A+ ട്യൂബിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പങ്കുവെക്കുന്നത്. നമ്മുടെ വീടുകൾക്കെല്ലാം പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എവിടെയാണോ വീട് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്, ആ കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ വീടുകൾക്ക് നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, വസ്തുനികുതി അടയ്ക്കണം. പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ലോക്കൽ ബോഡികളിൽ ഈ വസ്തുനികുതി എന്ന് പറയുന്നത് കെട്ടിട നികുതിയെ തന്നെയാണ്. വീടിൻ്റെ നികുതിയെ വസ്തുനികുതി എന്നാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞാൽ വസ്തുനികുതിയാണെന്നും ആ വസ്തുനികുതി കെട്ടിടത്തിൻ്റെ നികുതിയാണെന്നും ആദ്യം മനസ്സിലാക്കുക. ഈ നികുതി നമുക്ക് അടച്ചില്ലെങ്കിൽ അതിന് പിഴ അടയ്ക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും ഓരോ അർദ്ധവർഷവും നമ്മൾ തുക അടയ്ക്കാനുണ്ട്. ഒരു വർഷത്തെ നികുതി 2 അർദ്ധവർഷങ്ങളായിട്ടാണ് അടയ്ക്കേണ്ടത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എന്ന് പറയും. സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങി 6 മാസമാകുമ്പോൾ ആദ്യത്തെ ഹാഫ് ഇയർ ടാക്സ്, അടുത്ത 6 മാസം ആകുമ്പോൾ അടുത്ത ഹാഫ് ഇയർ ടാക്സ്. ഒരു വർഷത്തേക്കാണ് നികുതി അസസ് ചെയ്യുന്നതെങ്കിലും അതിനെ 2 അർദ്ധവർഷമായി ഭാഗിച്ചിട്ടാണ് പ്രോപ്പർട്ടി ടാക്സ് ക്ലെയിം ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ അടയ്ക്കാൻ ഉള്ളത്. ഇത് അടയ്ക്കാൻ വീഴ്ച വരുത്തിയവർക്ക് ഒരു ആനുകൂല്യം ഉണ്ട്. അതായത് പിഴ അടയ്ക്കാതെ മാർച്ച് 31 വരെ നമുക്ക് കുടിശ്ശികയുള്ള എല്ലാ പ്രോപ്പർട്ടി ടാക്സും ഒരുമിച്ചടയ്ക്കാം. ഒരുമിച്ചടയ്ക്കുന്നെങ്കിലേ ഈ പ്രയോജനം കിട്ടൂ എന്ന് മനസ്സിലാക്കുക. മുൻകാലത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ അവസരം പൂർണ്ണമായും വിനിയോഗിക്കാം. ഇത് ഈ സർക്കാരിൻ്റെ ഒരു പുതിയ കാര്യമൊന്നുമല്ല. കാലാകാലങ്ങളായി എല്ലാ സർക്കാരുകളും, മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ മാർച്ച് 31 അകം അടയ്ക്കുന്നവർക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മേൽ പിഴ വരില്ല എന്നുള്ളത് എല്ലാ സർക്കാരുകളും അനുവദിക്കാറുണ്ട്. അത് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. വർഷമായാലും പിന്നെ ഒരു ഫുൾ ഇയർ ആയാലും അതിനു മുമ്പുള്ള അർദ്ധവർഷമോ അല്ലെങ്കിൽ മുഴുവൻ വർഷമോ ആയാലും നിങ്ങൾക്ക് ഇപ്പോൾ പിഴ കൂടാതെ മാർച്ച് 31 വരെയാണ്. അത് കഴിഞ്ഞാൽ നീട്ടില്ല. മുമ്പ് ഒരിക്കലും അത് നീട്ടിയിട്ടുള്ളതായി ചരിത്രവുമില്ല. അപ്പോൾ മാർച്ച് 31 മുമ്പായി നിങ്ങൾ ഈ പിഴ അടയ്ക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നതാണ് നല്ലത്. ഈ പ്രോപ്പർട്ടി ടാക്സ് തുടങ്ങുന്നത് സാമ്പത്തിക വർഷമാണ്. ഏത് സാമ്പത്തിക വർഷമാണ് തുടങ്ങുക? 1/4 ഏത് വർഷമാണ്? ഇപ്പോൾ 1/4/2024 തുടങ്ങുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള സാമ്പത്തിക വർഷം ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ വസ്തുനികുതി ഫസ്റ്റ് ഹാഫ് ആരംഭിക്കുകയും ചെയ്യും. അതായത് ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 31 വരെയാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ ആകുമ്പോൾ സെക്കൻഡ് ഹാഫ് എന്ന് പറയും, 2ാം അർദ്ധവർഷം എന്ന് പറയും. അപ്പോൾ ഈ 2 തുല്യ ഗഡുക്കളായി ഇത് വീതിച്ചിട്ട് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ഒറ്റത്തവണയായി അടച്ചാൽ ഇപ്പോൾ അത് നമുക്ക് പലിശ ഇളവ് അനുവദിക്കും. എപ്പോൾ മുതലാണ് പിഴ കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടും? പലിശ എന്നല്ല, പിഴ കൊടുക്കുന്നതിൽ നിന്നും നമുക്ക് ഇളവ് കിട്ടും. ഈ അർദ്ധവർഷത്തേക്ക് അടയ്ക്കാനുള്ള നികുതി ആ പീരീഡിന് ഉള്ളിൽ ആ ദിവസം വരെ നമ്മൾ അടയ്ക്കാത്ത പക്ഷം അത് അടയ്ക്കുന്നതിന് കുടിശ്ശിക ആയി കഴിയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ പിഴ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 31 അവസാനിക്കുന്നത്. സെപ്റ്റംബർ 31 അടച്ചില്ല എങ്കിൽ ആ അർദ്ധവർഷത്തേക്ക് ഒക്ടോബർ 1 മുതൽ നമ്മൾ ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥരായി മാറും. അപ്പോൾ അതിന് ഫൈനിങ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇനി ഇതൊന്നും അടച്ചില്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക? ജപ്തി ഉണ്ടാകാം, പ്രോസിക്യൂഷൻ ഉണ്ടാകാം, റവന്യൂ റിക്കവറി ഉണ്ടാകാം. ഈ 3 കാര്യങ്ങൾ ഇത് അടച്ചില്ലെങ്കിൽ ഈ ലോക്കൽ ബോഡിക്ക്, പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ നമുക്ക് എതിരായി തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. 3 കാര്യങ്ങൾ നമുക്ക് എതിരെ ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉള്ളത്, ഈ
ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി ടാക്സ് അടച്ചില്ലെങ്കിൽ ഇപ്പോൾ ആരാണോ ഈ കെട്ടിടം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിനും അത് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അത് സംബന്ധിച്ച് വിശദമായൊരു എപ്പിസോഡ് പിന്നീട് ചെയ്യാം എന്നുള്ളതും ഞാനിപ്പോൾ ഉറപ്പ് നൽകുന്നു. കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. പല വാടകക്കാർക്കും ഇതിനെക്കുറിച്ച് അജ്ഞരാണ്. അതുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയാം. ഇനി ഈ നേരത്തെ തന്നെ പിഴ ആരെങ്കിലും ഒടുക്കി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത നികുതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നുകൂടി സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും നേരത്തെ തന്നെ ഈ കുടിശ്ശിക അടച്ചു പോയിട്ടുണ്ടെങ്കിൽ, കുടിശ്ശികയല്ല പിഴ അടച്ചു പോയിട്ടുണ്ടെങ്കിൽ, കുടിശ്ശിക പിഴയോടുകൂടി അടച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഈ സാമ്പത്തിക വർഷത്തേക്ക് നിങ്ങൾ നികുതി അടയ്ക്കുമ്പോൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകം നിങ്ങൾ അപേക്ഷ കൊടുക്കണമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. എന്തായാലും അതിന് നിങ്ങൾക്ക് അത്രയും നല്ലൊരു തുകയുണ്ടെങ്കിൽ നിങ്ങൾ ആ കുടിശ്ശിക കൂടി അടുത്ത ഹാഫ് ഇയറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, മാർച്ച് 31 അവസാന തീയതി. അതിനുള്ളിൽ തുക അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ നിങ്ങളുടെ എത്ര കുടിശ്ശിക വേണോ, ഇതുവരെ ചിലപ്പോൾ 10 വർഷം അടയ്ക്കാത്ത ആളുകളുണ്ട്, അങ്ങനെ ഉള്ളവർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്, ഒരു ലിമിറ്റേഷൻസ്. എത്ര വർഷത്തെ നികുതി ലോക്കൽ ബോഡികൾക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളത്, അടയ്ക്കാതിരുന്നാൽ എത്ര വർഷത്തെ നികുതി ക്ലെയിം ചെയ്യാം, അത് ഒരു പ്രത്യേക എപ്പിസോഡാണ്. അത് അറിയേണ്ടതാണ്. അത് സംബന്ധിച്ച് നിരവധി കേസുകൾ ഉള്ളതാണ്. അത് ട്രിബ്യൂണലിലൊക്കെ അത് സംബന്ധിച്ച് നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയാം. എന്തായാലും ഇത്തരം വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ചാനലാണ് A+2. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.